നമ്മുടെ ടെട്രാസും ബാർബും ഗൗരാമിയും കിടക്കുന്ന ടാങ്കാണ്. ഇതിനകത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു 6 മാസത്തോളമായി മെയിൻ്റനൻസേ ചെയ്യാത്തൊരു ടാങ്കാണ്. ഇത് നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. കാരണം ലൈഫ് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫീഡും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ്, അതുകൊണ്ടാണ് ആ കലങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലെ കിടക്കുന്ന വാട്ടറാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു വാലിസേറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഷൂട്ട് എടുത്ത് കട്ട് ചെയ്താണ് ഇതിനകത്ത് വെച്ചത്. ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ കറക്റ്റ് അക്വേറിയം ലൈറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഡെയിലി ഒരു 6 മണിക്കൂർ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ 3 മണിക്കൂർ രാവിലെ 3 മണിക്കൂർ വൈകുന്നേരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണം ഇവ നല്ല ഡ്വാർഫ് സൈസിലാണ് ഇപ്പോൾ വളരുന്നത്. അപ്പോൾ ഇത് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഒരു കാർപ്പറ്റ് പോലെയാണ് ഈ വാലിസേറിയ വളരുന്നത്. സാധാരണ വളരുന്ന പോലെ ഭയങ്കര ഹൈറ്റിൽ വരുന്നില്ല. അപ്പോൾ ഫിഷിനാണെങ്കിലും നല്ല ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ താഴെ വീഴുന്ന എല്ലാ ഫീഡും അല്ലെങ്കിൽ വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പ്ലാന്റിന് വളമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വാലിസേറിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ എല്ലാ ടാങ്കുകളിലും നമുക്ക് അതിനെ കുറേ സ്പ്രെഡ് ചെയ്യണം. കാരണം അത് വളരെ നല്ലതാണ്. കാരണം ഒരു കാർപ്പറ്റ് പ്ലാന്റ് പോലെ നല്ല ഭംഗിയിൽ വളരുന്ന ഒരു പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട് അത്. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും അത് കാണിച്ചു തന്നതാണ്. നമ്മളത് മാറ്റി എടുത്ത കാരണം അത് ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. പിന്നെ ഈ ടാങ്കിലെ അക്വാസ്കേപ്പിംഗ് ആണെങ്കിലും വളരെ ചീപ്പായിട്ട് നമ്മൾ ചെയ്തതാണ്. എന്നാലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫിഷിനും നല്ല ഭംഗിയായിട്ട് ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു അക്വേറിയം ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ നമ്മുടെ വീഡിയോസിലുണ്ട്, നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.